ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ്. നല്ല നാടൻ രുചിയോട് കൂടിയിട്ടുള്ള പച്ചമാങ്ങ തോരനാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ തൊലി കളയാതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിയുള്ള മാങ്ങ ചേർക്കുമ്പോഴാണ് ഈ തോരന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/4 മുറി തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ചിരകി എടുത്തിട്ടുള്ള തേങ്ങയോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇത് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല, അതിൽ നിന്നോട്ടെ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പച്ചമാങ്ങ തോരൻ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, കരിഞ്ഞു പോകണ്ട. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയെല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോഴത്തെ ഉള്ളിയെല്ലാം പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് നന്നായിട്ടൊന്ന് പോകട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയും തേങ്ങയും പച്ചമുളകും എല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പച്ചമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു നാടൻ വിഭവമാണിത്. ഇത് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുവാണെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. 1 വീക്കൊക്കെ കേടുവരാതെ ഇരുന്നോളും. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇപ്പോഴത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ നിൽക്കട്ടെ. ഞാനിവിടെ ഒരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ചേർക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കണേ, കൂടി പോകരുത്. കൂടി പോയാൽ ആകെ കയ്പുരുചിയായി പോവും. ഇപ്പോൾ ഇതാ കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഉലുവാപ്പൊടിയുടെ ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു പച്ചമാങ്ങ തോരന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊരു 2-3 മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചതിന് ശേഷം വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇതാ നമ്മുടെ നാടൻ രുചിയിലുള്ള പച്ചമാങ്ങ തോരൻ റെഡി. നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഒരു തവണ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ പച്ചമാങ്ങ കിട്ടുമ്പോഴെല്ലാം ഇതുപോലെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പച്ചമാങ്ങ തോരൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.